ഹായ് ഫ്രണ്ട്സ് ടൊരട്ടുമ ആറം ഒരു സീക്രട്ട് മാഫിയ കിങ് ഹീറോ പിന്നെ പ്രൊഫസറാണ്. ഹീറോയിൻ ഒരു രാജകുമാരിയാണ്. ഹീറോയിൻ്റെ അച്ഛനക്ക് ഒരാളുണ്ടായിരുന്നു. ഹീറോയിൻ്റെ അച്ഛൻ്റെ ഹീറോയിൻ്റെ മുത്തശ്ശന് ഒരാൾ ദത്തെടുത്തായിരുന്നു. അത് സ്വന്തം മോനുമാർ വളർത്തിയായിരുന്നു. അവർക്ക് ഹീറോയിൻ്റെ അച്ഛൻ്റെ കൊന്ന് സ്വത്ത് എടുക്കാൻ നോക്കുമായിരുന്നു. ഹീറോയിൻ്റെ അച്ഛൻ മോളെ അച്ഛാ പറഞ്ഞേക്ക് പ്രിയ, നീ ഇവിടുന്ന് പോ. അച്ഛനെ കൊല്ലാൻ നോക്കാണോ? പ്രിയ പറഞ്ഞേക്ക് അച്ഛ, നമ്മൾ ഇവിടെ നിൽക്കണ്ട അച്ഛ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. മോളെ അതൊക്കെ ഇപ്പം എന്താ വെച്ചാൽ അച്ഛാ ഓ അച്ഛ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛനെ കൊല്ലാൻ പോകുന്ന കാര്യം ഇതറിഞ്ഞു. ഹീറോയിൻ സീക്രട്ട് പ്ലേസിൽ പോയി. ഹീറോയിനിൽ നിറയെ പണമുണ്ട്. അതൊരു കാർഡുണ്ട്, പിന്നെ അക്കൗണ്ട്. അത് ഹീറോയിൻ സീക്രട്ട് പ്ലേസിലാണ് വെച്ചിട്ടുള്ളത്. ആർക്കും അറിയില്ല. അത് ഹീറോയിൻ മൊത്തം പണം എടുത്തു. ഫുൾ പണം അതിലുള്ളത്. ആ വില്ലനിക്ക് ഒന്നും അറിയില്ലായിരുന്നു എവിടെയാണ് പണം ഉള്ളത്, ഡോറി ഉള്ളത് വില്ലനിക്ക് അറിയില്ലായിരുന്നു. മൊത്തം പണം ഓൾറെഡി ഹീറോയ്ക്ക് ചിത്തപ്പ, ഹീറോയിൻ്റെ അച്ഛൻ, എൻ്റെ അനിയൻ സ്റ്റെപ്പനിയൻ, ഓൾറെഡി അവരുടെ മേലെ ഡൗട്ട് ഉണ്ടായിരുന്നു. അതിന് ഹീറോയിൻ മൊത്തം പണത്തിന് പാതി മാത്രം ജോൽസ് ഹീറോ യൂസ് ചെയ്യും. അതുമാത്രമല്ല ആ ജോൽസ് മാത്രം ഹീറോ യൂസ് ചെയ്യും. അത് റിയൽ മാതിരിയില്ല, അത് ഫേക്കാണ്. ഹീറോയിൻ ഗോൾഡ് മാതിരി യൂസ് ചെയ്യും. അത് ഗോൾഡ് മാതിരിയുള്ളത് ഹീറോയ്ക്ക് ഓൾറെഡി അറിയും. അതുകൊണ്ട് ഓൾറെഡി സ്വർണ്ണത്ത് എല്ലാം വിത്തു എല്ലാം ഫേക്ക് വെച്ചായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ ആ പ്ലേസിൽ വന്നു. അതുമാത്രമല്ല ഹീറോയിൻ ആ സ്വത്തും കിട്ടാതെ മാതിരി ചെയ്ത് കഴിഞ്ഞു. ഹീറോയിൻ അതിന് സ്വത്തും പണത്തിന് കിട്ടാതെ മാതിരി അത് ചെയ്തായിരുന്നു. പിന്നെ അവൻ്റെ ഫുൾ ഡീറ്റെയിൽസും എല്ലാം അവനും കുറച്ച് നാൾ താമസിക്കട്ടെ, അത് പിന്നെ ഞാൻ പ്ലാൻ ചെയ്യാമെന്ന് ഹീറോയിൻ അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഒരു ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് ഒരു ഹീറോയിൻ്റെ അച്ഛൻ എടുത്തുകൊണ്ട് ഒരു പ്ലേസിൽ വന്നു. അവിടെ ഒരു ഗുരുജി ഉണ്ടായിരുന്നു. ഓ പ്രിയ വന്നു. ഹീറോയിൻ്റെ അച്ഛൻ ഷോക്കായിരുന്നു. ആരാമോ അച്ഛനമ്മ ഷോക്കായിരുന്നു. പിന്നെ ഹീറോയ്ക്ക് ഒരു അനിയനും ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അവർ ഷോക്കായിരുന്നു. വന്നു ഗുരുജി, നീ എൻ്റെ ശിഷ്യനായിട്ടൊരു കാര്യം. ഹീറോയുടെ അച്ഛനമ്മ ഷോക്കായിരുന്നു. ശിഷ്യനാ? അത് മോം, ഇവരെ ഗുരുജിയാണ്. ഗുരുജി പറഞ്ഞത് ഓർമ്മണ്ടാ? നിങ്ങളുടെ മോൾ സാധാരണ രാജകുമാരി അല്ല. അവൾക്ക് മാത്രം മാജിക് പവർ ഉണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞായിരുന്നു. അതെ നിങ്ങളെ എനിക്കറിയും. അതുകൊണ്ട് ഇവൾക്ക് പറഞ്ഞത് ഗുരുജി അത് അങ്ങനെയായിട്ട് ഗുരുജി പറഞ്ഞു. അതൊക്കെ ഇപ്പം പ്രശ്നമില്ല. നീ എവിടെയൊക്കെ പോകണം ഗുരുജി പറഞ്ഞു. നീ പോയിക്കോ. എൻ്റെ പാർട്ട്ണർ എവിടെ ഉള്ളത് ഗുരുജി എന്ന് ചോദിച്ചായിരുന്നു. നിൻ്റെ പാർട്ട്ണർ സൊക്കുറിയ ഈ പ്ലേസാണ്. ഇതിന് ഗുരുജി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കണ്ണടിച്ച് പറയാൻ തുടങ്ങിയായിരുന്നു. എൻ്റെ പാർട്ട്ണർ വെച്ചിട്ട് എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ശരി മാ. അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഹീറോയ്ക്ക് എല്ലാ ലാംഗ്വേജും, മദർ ലാംഗ്വേജും കൊറിയൻ ലാംഗ്വേജ് ഭയങ്കര അറിയും. ഗുരുജി ഓൾറെഡി കൊറിയൻ ലാംഗ്വേജ് ഭയങ്കര ഈസിയായി കത്തിക്കുക. എല്ലാ ലാംഗ്വേജ് ഭയങ്കര ഈസിക്ക് അറിയും. അതുകൊണ്ട് ഹീറോയി കൊറിയക്ക് പോകാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ ഡൽഹിക്ക് വന്നു. മാജിക് യൂസ് ചെയ്ത് ഡൽഹിക്ക് വന്നു. ഓൾറെഡി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഡൽഹിയിൽ ഫ്ലൈറ്റ്. അങ്ങനെ ഹീറോയി അതിൽ കുറച്ച് ഹീറോയിൻ്റെ ഫോട്ടോ മാത്രം ചേഞ്ച് ആക്കി. ഹീറോയി ഒരു റൂപ്പ് ചേഞ്ച് ആക്കി ഫ്ലൈറ്റിൽ കയറിയായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിലകത്ത് പോയായിരുന്നു. ഹീറോയിൻ മാസ്ക് ഇട്ടായിരുന്നു. അങ്ങനെ ബുക്കാട്ടി തന്നെ അകത്ത് പോയിട്ട് ഇരുന്നു. ഡൽഹി കൊറിയക്ക് പോകുന്ന ഫ്ലൈറ്റിലാണ് ഹീറോയി കയറിയിരുന്നത്. അങ്ങനെ വേഗം പോയിട്ട് ഫ്ലൈറ്റിൽ കണ്ണു ഇറങ്ങി എണിച്ചിട്ട് അമ്മ അച്ഛനെണി. അങ്ങനെ ഹീറോയി ഭയങ്കര ഹാപ്പി ആയിട്ട് കൊറിയൻ ഇറങ്ങി. കൊറിയൻ നോക്കി പ്ലേസ് നോക്കി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഹീറോയി ഓൾറെഡി ഫ്ലാറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഒരു വീടേ വാങ്ങിയായിരുന്നു. ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ വീട് പറഞ്ഞ ഒരു ഫ്ലാറ്റ് വാങ്ങിയായിരുന്നു. ഒരു വീട് മാറി. അങ്ങനെ ആ ഫ്ലാറ്റിൽ ഹീറോ താമസിക്കാൻ തുടങ്ങി. എവിടെ ഫ്ലാറ്റ് വീട് ഹീറോയി തേടാൻ തുടങ്ങിയായിരുന്നു. വീടും ശരിയുമോ അതിനായിട്ട് ഒരു വീട് കണ്ടുപിടിച്ച് ആ വീട്ടിൽ അങ്ങനെ ഹീറോയിനൊക്കെ വീട് നോക്കി ഏത് വീട് പ്രശ്നവുമില്ല. ഒരു വീട് വാങ്ങിയായിരുന്നു ഹീറോയി. ഇവിടെ നിന്ന് സെറ്റിലായി. ഹീറോയി ഒരു വീട്ടിൽ സെറ്റിലായിരുന്നു. മോം പ്ലേസിൽ സ്വന്തം വീട് കെട്ടാം? ഇല്ല മോളെ, ഇത് ഫ്ലാറ്റാണ്. വാടക വീട്? ഇല്ല മോളെ പറഞ്ഞേക്ക് സ്വന്തം വീട് എവിടെ കെട്ടി തരാൻ പറഞ്ഞായിരുന്നു. അമ്മ നമുക്ക് കുറച്ച് നാൾ ഈ വീട്ടിൽ താമസിക്കാം, അതിനുശേഷം ഈ വീടിന് ശരിടി. അങ്ങനെ ഹീറോയി ഒരു ഒരു ജോബ് തേടിയായിരുന്നു. ഹീറോയ്ക്ക് സ്വന്തം ഒരു ജോബ് പറഞ്ഞ ഹീറോയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു ഹീറോയി ജോബ് ചെയ്യുക. ഹീറോയ്ക്ക് നിറയെ ഫുഡ് അറിയും. അതന്നെ ഹീറോ അതെല്ലാം കൊടി എല്ലാം വിത്ത് ഓടി ഹീറോയും നടുകയായിരുന്നു. എല്ലാം കച്ചവടമാവും.
അത് മാത്രമല്ല ഹീറോയിൻ്റെ ഹോട്ടൽ നല്ല ഹീറോയിൻ ജോബ് ചെയ്യുന്ന ഹോട്ടൽ ഭയങ്കര ഫേമസ് ആയി മാറി. ഹീറോയ്ക്ക് ഒരു ഫ്രണ്ട് കിട്ടിയായിരുന്നു, അത് ഹോട്ടൽ ഓണറാണ്, പേര് മിയ. മിയ പറയുന്നുണ്ട് മച്ചി എന്താ അതടി. അങ്ങനെ കുറേ ജോബ് ചെയ്തിരുന്നു. ഹീറോ ഒരു വീട് കെട്ടി. മിയ പറയാൻ തുടങ്ങി മച്ചി അങ്ങനെയായിട്ട് മിയ ഹീറോയിൻ ഭയങ്കര ഫേമസ് ആകാൻ തുടങ്ങി. പ്രിയ എന്ത് പറ്റിയിടി അങ്ങനെയായിട്ട് ഹീറോയിൻ വന്ന് നടന്ന കാര്യം മിയാനോട് പറഞ്ഞു. മിയക്ക് ടെൻഷനായിരുന്നു. അതെല്ലാം മിയ പറഞ്ഞ സാധാരണ മാഫിയ കിങ്ങിൻ്റെ അനിയത്തി, ആറമ്മിൻ്റെ അനിയത്തിയാണ്. അങ്ങനെ മിയ സംസാരിച്ചായിരുന്നു. മിയ പറഞ്ഞു മിയക്ക് അറിയോ ഹീറോയ്ക്ക് മാട്ടുന്നുണ്ട്. മിയ ചോദിച്ചു അതേ ആൾ കണ്ടുപിടിക്കാൻ പറ്റൂ? ഇല്ലടി, അത് കാണാൻ പറ്റില്ലായിരുന്നു. വീട് എത്ര ഒന്നും അറിയില്ലടി, ഇന്നറിയാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. മിയാനോട് പറഞ്ഞു. മിയ അതോടെ എനിക്ക് പാതി ഓർമ്മയുണ്ട്. മിയ പറഞ്ഞു അതോടെ ഞാൻ ഇത് വരച്ചായിരുന്നു, അത് പാതി വായിച്ചായിരുന്നു. മിയ ഫസ്റ്റ് ഡ്രോയിങ് നോക്കിയായിരുന്നു. മിയക്ക് ഡ്രോയിങ് കളിക്കാൻ നന്നായിട്ട് അറിയും. മിയ ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഡ്രോയിങ് കളിക്കാൻ തന്നെയായിരുന്നു. അങ്ങനെ മിയ കണ്ണ് വരച്ചു. മൂക്ക് വരക്കാൻ മാത്രം മിയ പറയാൻ തുടങ്ങി. മൂക്ക് വഴക്ക് മിയാനോട് പറയാൻ തുടങ്ങി. മൂക്ക് വഴക്ക് ഇങ്ങനെയാണ് മൂക്ക് ഓർക്കാൻ തുടങ്ങി. അങ്ങനെ ഹീറോയ്ക്ക് ഓർമ്മ വരാൻ തുടങ്ങിയായിരുന്നു. ഓർന്നിട്ട് പറയാൻ തുടങ്ങി. ഇനി മൂക്കിനെ പറയാൻ തുടങ്ങി. മൂക്ക് വരച്ചു. അങ്ങനെ വായ് വരച്ച് ഹെയർ സ്റ്റൈൽ മൊത്തം ഡ്രോയിങ് കളി മിയാനോട് ഫുൾ പറഞ്ഞു. മിയക്ക് ഡ്രോയിങ് വിളിച്ച് ഫുൾ കളർ കൊടുത്ത് പിന്നെ മിയ ഫോട്ടോ നോക്കി ഷോക്കായിരുന്നു. എന്തെറ്റി മിയ ഷോക്കായി നോക്കാൻ തുടങ്ങി. എടി സത്യമാണ് ഇത്, അതെടി സത്യമാണ് അതെന്നെ പറഞ്ഞു. മിയ പറഞ്ഞു ഇതെൻ്റെ മിയ പറഞ്ഞു ഇവനൊരു മാഫിയാണ്. എന്ത് മാഫിയാണോ? അതുമാത്രമല്ല എൻ്റെ ചേട്ടനാണ് എന്ന് പറഞ്ഞു. മിയാനോട് പറഞ്ഞു. അങ്ങനെ ഗുരുജീനെ കാണാൻ പോകാൻ മാജിക് ചോദിച്ചത്. അങ്ങനെ ആ ഗുരുജീൻ്റെ അടുത്ത് വന്നു. ഗുരുജി പറഞ്ഞ ഒരു വെള്ളേസിലുണ്ടായിരുന്നു. വന്നു പ്രിയ, വന്നു ഗുരുജി, ഈ ഫോട്ടോത്തിൽ കാണുന്ന ആളാ എൻ്റെ പാർട്ട്ണർ. അങ്ങനെ നോക്കിയപ്പോൾ